ടയർ പോയി. വണ്ടി ഇതപ്പുറത്തെ സൈഡ് കൊണ്ട് നിൽക്കണം. അപ്പുറത്ത് കുറേ വേരിയേഷനുണ്ട്. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുമ്പോ ഫാൻസാണ്. ഡിസ്പെൻഡർ ബൈക്ക് ഫോട്ടോ ഫോട്ടോ പറയുന്ന ആള്. നല്ല രീതിയിൽ തിരക്ക് വരാൻ തുടങ്ങി. ക്രൗഡ് കൂടിയിട്ടുണ്ട് ഇഷ്ടംപോലെ. നേരെ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണം. ഇനി മീൻകറി കൂട്ടുക അത്രയും. ഓക്കെ, ഉണ്ടായിരുന്നു അത്രയും തിരക്കായതുകൊണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ നേരത്തെ നിർത്തിയിട്ട് നമ്മളൊരു ഫോട്ടോ കൂടി എടുത്തിട്ട് അങ്ങനെ വിടാൻ വെക്കാം. എന്തായാലും ഇപ്പോൾ ധനുഷ്കോടി അന്ന് പവറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കാണ്ട് പോയാൽ അത് ശരിയാവില്ല. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക്. ഒരു രക്ഷയില്ല, അത്രയും തിരക്ക്. ഒരു വീഡിയോ എടുത്തിട്ട് എന്താ വെള്ളമൊക്കെ കാണുമ്പോൾ തന്നെ നല്ല നീല കളർ, ലൈറ്റ് നീല, നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോട്ടോ കൂടി എടുത്തുകൊണ്ട് നേരെ മീൻകറി എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ധനുഷ്കോടിക്ക്. സത്യം പറഞ്ഞാൽ അതും കൂടി കഴിഞ്ഞിട്ട് ഓക്കെ. പിള്ളേരൊക്കെ ഓണം ഉള്ള ബോധമില്ലയോ? കണ്ട ഉമ്മയാ ഉപയോഗിച്ചവർക്ക് ഊണുകടയിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ 2 പിള്ളേരെ കാണാനില്ല. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കണം. പിള്ളേർ ആ ദൂരത്ത് എവിടെയോ ഇത്ര ദൂരമായിട്ടും കാണുന്നില്ല. അപ്പോൾ അവിടെ എവിടെ ഉണ്ടോ എന്നൊരു ഡൗട്ട്. ഞങ്ങളിവിടെ തന്നെ പിള്ളേർ ഇനി ഒരു വണ്ടിയും കൂടി വരാനുണ്ട്. പിള്ളേർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ മണലാണ് ഗൈസ്. കണ്ടല്ലേ, ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം. ഇതിൻ്റെ ബാക്കിലും മണലാണ്. ഇപ്പോൾ മണലിരുന്നിട്ട് നമ്മൾ ചോറുന്നത് അല്ലേ. ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല രസമുണ്ട് കാണാൻ. കണ്ട അവൻ അതൊക്കെ നോക്കിയാ. അങ്ങനെയാണ് വേണ്ടത് പിള്ളേരായ. ഇതിങ്ങനെ കയറ്റിയിടുക. കയറ്റിയിട്ടൊന്ന് ചോദിച്ചു. നമ്മൾ നല്ല നെണ്ടുണ്ട് കേട്ടോ. നെണ്ട് കറി ഉണ്ട്. നെണ്ട് കറി വേണം. ഇപ്പൊ വാങ്ങിയതാ. മണമുള്ളതിന്റെ കുഴപ്പമാണ്. ഏത് വേണമെങ്കിലും എടുത്ത ഒരു 2000 രൂപ எல்லாருக்கும் சரியா உண்டு. சாரி பீஸ் போட்டு என்ன மீன்? மஞ்சரம் சீலா. தமிழ்ல சொல்ல போனா சீலா. ஸ்ரீலா மஞ்சரம் ടേസ്റ്റാ. ശ്രീലങ്ക മീൻ ഏതായും പറയടാ. ഇത്ര 2000 മീൻ വേണം നമുക്ക്. അക്കാ ചിന്ന മീനില്ലയാ? നമ്മളതാ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. മിണ്ടാടിക്കറ. അവര് കളി കേൾക്കണ വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ വർത്താനം കേൾക്കുമ്പോൾ അങ്ങനെ ഉണ്ടാ. വലിയ മീനാ പറയുന്നത്. നമുക്ക് ആ ബഡ്ജറ്റ് ഒന്നുമില്ല. ഉള്ള മീൻ മീൻ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ. അപ്പോൾ 120 രൂപയാണ് ഒരു സെറ്റ്. പൊന്നേരി ഞങ്ങൾക്കും പിടിക്കും. നിങ്ങൾക്കും പിടിക്കും. സുശാന്ത് എങ്ങനെയുണ്ട് അരി? മീൻ കറി വന്നിട്ടില്ല. നോക്കുതാ തിന്നാൻ തുടങ്ങി. ഇതാ അണ്ണപ്പൻ മീൻ കറി എനിക്ക് തന്നില്ല. சாம்பார் வேணுமா உனக்கு? உனக்கு சாம்பார் கூப்பிட்டு வைங்க.
மீன் குழம்பு வேணாமா? നമുക്ക് അവൻ മീനും നമുക്ക് കൊടുക്ക. அவங்க மீன்னா அவங்களுக்கு வந்து அவங்க சாம்பார் சாப்பாடு சாப்பிட்டாங்கன்னா அவங்களுக்கு 100 ரூபாய், உங்களுக்கு 120. அவங்க மீன் வச்சிட்டேன்னா அவங்களுக்கு 120. வச்சிருவா? വെച്ചിടുங்க അക്ക അങ്ക. വേണം 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 അങ്ങനെ എനിക്കില്ലാമ ഉനക്ക് വേണം. അക്ക എനക്ക് വെക്ക്. அவங்க அந்த 20 ரூபாயா கொடுத்துருவாங்க. രണ്ട് മീനാ ഒഴിച്ചിട്ടാ കൊഞ്ഞിനി വീഡിയോ വരാൻ കഴിച്ചു നോക്കാം. പിന്നെ മീനെ ഫുൾ ടാങ്ക് പെട്രോൾ 5 ഫുൾ ടാങ്ക് അടിക്കാം. 5 ഫുൾ ടാങ്ക് അടിക്കാം. നടന്നില്ലേ? കുഴപ്പമില്ല. മുളകറി പോലെ എല്ലാത്തിനും വീഡിയോ ഉണ്ട്. മീൻ ആ പൊളിച്ച മീൻ നമ്മൾ ഒരുപാട് കളറും കൂടിയിട്ട് എടുത്തിട്ട് നേരെ കിട്ടിയില്ല. വൈഡല്ല ചൂറ് മാത്രം കാണുന്നു കേട്ടോ. പാപ്പ കിട്ടി വെച്ചിട പാപ്പ മീൻ വെച്ചിട. അടുത്തത് മോര് കറി കൂട്ടിയിട്ട് മുള്ളെടുക്കത്ത വായിന്ന്. ആദ്യം ചോറിൻ്റെ കഴിഞ്ഞത് കുടം കാണുന്നുള്ളൂ. തര ആ തരയും കുടം തന്നെ. മോര് കറിയും വണ്ടികളൊക്കെ മണലിലിറക്കി ഒരേ ഡ്രിഫ്റ്റ്, ഒരു രക്ഷയില്ലതാ. മതി ഗതിയായി അല്ലേ? നമ്മുടെ വീട്ടിൽ കഴപ്പപ്പോഴും തീർന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് ടയറുള്ളത് കൊണ്ട് ഇങ്ങനെ തിരിയുണ്ട്. നേരത്തെ ടയറാണ് ഈ നിന്ന് കിടക്കണ്ടേ, തിരിയണില്ല. പക്ഷെ കറക്റ്റായി പോകണ്ട്. മണ്ണിൽ പൂന്ത് വിളയാടി ടയറൊക്കെ പോയി. ടയർ പോയി, ടയറൊക്കെ പാണ്ടായറാ. കുറച്ച് പേരും കൂടി ഓടുമ്പോഴേക്കും പഞ്ചറാകുന്നു തോന്നുന്നത്. അവിടെ മൊത്തം നമ്മളങ്ങോട്ട് എടുത്തു. അവിടെ മൊത്തം കയറ്റിക്കൊണ്ടേയിരിക്കണ്ടേ. ഇതൊരു വർഷത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ വരേണ്ട അമ്പലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അമ്പലം എന്താ അതിൻ്റെ ഉള്ളിലാണ്. പക്ഷെ ഇവിടെയൊക്കെ സ്പോട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുകയാണ് ഗൈസ്. ഒരു സമാധാനമുണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല അല്ലേ. ട്രൈപോഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുക പറഞ്ഞാൽ ട്രൈപോഡിൻ്റെ അറ്റം കാണാൻ എൻ്റെ ഇതിൻ്റെ ഇവിടെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്, അത് കാണാൻ തന്നെ. ഒന്നും പാട്ട് കാര്യമില്ല, പിള്ളേർ അങ്ങനെ ആയിപ്പോയി. എന്തൊട്ട് ചെയ്യാം നമ്മൾ. അങ്ങനെ അമ്പലമൊന്നും അവിടെ ദൂരത്ത് തന്നെ. നമ്മൾ ഇതേക്കണ്ട ഈ റോട്ടിൽ കൂടെ അങ്ങനെ കയറി വന്നാണ് മരത്തിൻ്റെ. പിള്ളേർ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു. പരിപാടി സെറ്റ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഒരു അമ്പലത്തേക്ക് പോകണ ഫോറസ്റ്റാണ്. ഇതാ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടിയിട്ട് മരത്തിൻ്റെ മേലെ ഇങ്ങനെ കയറിയിരിക്കുന്നു. അങ്ങനെ ഹാപ്പി അല്ലേ?
പിള്ളേർ കുറച്ച് പേര് അവിടെ ഫോട്ടോ എടുക്കുന്നു. ചാടി ഇറങ്ങുക. ഹാപ്പി കാക്ക ഇറങ്ങിയിട്ടൊന്ന് നോക്കാം. എന്നെ ഒന്നെടുക്ക്. നീ എടുക്ക്. കാണിച്ചാൽ മതി. മരത്തിലേക്കുന്നത് കണ്ട ഞങ്ങളുടെ മുഖമൊന്നും കണ്ടല്ലോ. എന്താ ഫോട്ടോ തരാൻ കാണുവാടാ പൊത്തിയിട്ടിരിക്കണ അവിടെ. ഞങ്ങൾ രണ്ടാളും കൂടി തിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു മൃഗത്തെയും ഉപദ്രവിക്കാനോ ഒന്നിനും വേണ്ടിയല്ല, ഞങ്ങളുടെ ഒരു ചെറിയൊരു ഫോട്ടോത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്രയും ദൂരം കടന്നു വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാ ചുറ്റോട് ചുറ്റും ഫോറസ്റ്റ്. ചെറിയ കുതിരകളൊക്കെ ഉണ്ട് അല്ലേ? കുതിരകളിനെയൊക്കെ കണ്ടില്ലേ? വലുത് വലുത് ഞാൻ കണ്ടു. അതേപോലെ ചെറുതായിരുന്നു, ചെറിയ കുട്ടികൾ. വേറെ കുതിരൻ്റെ ഇതാ സൂപ്പറായിട്ടുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയൊക്കെ വരിക പറയുന്നത്. ഇതെന്താണ്? കൂനാണ്. മഷ്റൂം അങ്ങനെയൊക്കെ പഠിച്ചിരിക്കണ. എവിടെ നിന്ന് കിട്ടി? വാപ്പ പഠിപ്പിച്ച? അങ്ങനെയൊന്നും അടിക്കരുത് ഗൈസ്. തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത്. നല്ലതായിട്ട് ഇതേപോലെ ട്രിപ്പ് പോയി എൻജോയ് ചെയ്യുക ലൈഫ്. പണം പോകും. പണം പിന്നെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമുക്ക് എൻജോയ് ചെയ്യാൻ തന്നെയല്ലേ. അപ്പം നിങ്ങൾ ഓരോ ട്രിപ്പ് കൂടെ ഇതാ ഉള്ള വണ്ടി ഏതിലാണ് വന്നിരിക്കുന്നത്? ഡോർക്കിലാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ? അന്ന് കടന്ന് ഞങ്ങളൊരു നല്ല ഫോട്ടോ പോയിന്റിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല. നല്ല തിരക്ക്, നല്ല തിരക്കാണ്. ഓപ്പൺ ബ്രിഡ്ജാണ് ഇപ്പുറത്തേത്. കണ്ടില്ല, നീല കളറുള്ള വെള്ളം, ഒരു രക്ഷയില്ല. സൂപ്പർ. ഇഷ്ടംപോലെ ബോട്ടുകൾ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു കയറിൽ അടിയൊക്കെ താഴ്ത്തിയിട്ട്. ബസ്സുകളിൽ പോകണ വഴിക്ക് നോക്കി അപ്പുറത്ത് പോവാ. എല്ലാവരും അപ്പുറം പോവാ. അപ്പുറത്താണ് ഗൈസ്, അപ്പുറത്താണ് ഓപ്പണിംഗ് ബ്രിഡ്ജ്. ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ വരുമ്പോൾ ചെറുതായിരുന്നു, ഇപ്പോൾ അതിൻ്റെ വലുതാക്കിയിട്ടുണ്ട്. വണ്ടികളൊന്നും ഇപ്പുറത്താണ് ഓപ്പണിംഗ് ബ്രിഡ്ജ്. ഇതാണ് ഓപ്പണിംഗ് ബ്രിഡ്ജ്. നേരത്തെ ഈ ചെറുത് മാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ കെട്ടിയതാണിത്. ഇങ്ങനെ ട്രെയിൻ അങ്ങനെ പോയിട്ടാണ് അങ്ങനെ പോകുന്നത്. പാലത്തിന് ഞങ്ങൾ ഇവിടെ ചോദിച്ചപ്പോൾ പാലം ഒരു 8 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. പാലത്തിൻ്റെ നീളം 8 കിലോമീറ്റർ. ചെക്കന്മാരൊക്കെ ഇവിടെ പാലത്തിൻ്റെ തുറക്കണ ബ്രിഡ്ജ് സൂപ്പറായി. രാത്രി വരുമ്പോൾ ഈ റെഡ് ലൈറ്റ് മാത്രം കാണുന്നുള്ളത് അവിടെ കാണുന്നത്. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ട്രെയിന് വരാൻ വേണ്ടി നിൽക്കുകയാണ്. രാത്രി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇരുന്നിരുന്ന് മതിയായി ഓട്ടിയിട്ട് ട്രെയിന് വരാൻ വേണ്ടി. നമ്മളൊക്കെ ട്രെയിനിൽ വരികയാണെങ്കിൽ ഇതിലാണ് പോകേണ്ടത്. ഒരു 2-3 മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നേരെ മധുരയിൽ പോയിട്ട് ആണ്ടിപ്പട്ടി ചായ കുടിക്കുക. എന്നിട്ട് നമുക്ക് നേരെ പൊള്ളാച്ചി പോയിട്ട് വീട്ടിൽ ഉറങ്ങണമെന്ന് തീരുമാനിക്കുക. അതുവരെ എത്തുമെന്ന് ആദ്യം നോക്ക്, കാരണം ഇപ്പം തന്നെ ടൈമായി, ലേറ്റായി. ഇനിയിപ്പോൾ നമ്മളെവിടെ ഉറങ്ങേണ്ടതെന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. മധുര എത്തിയിട്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടൈക്കനാലിൽ പോകണമെന്ന് തീരുമാനിക്കുമല്ലോ. കൊടൈക്കനാലിൽ പോയാൽ നോക്കാം. നമ്മുടെ ബാംഗ്ലൂരിൽ പിള്ളേർ കുറച്ച് ലീവ് എടുത്ത് വന്നിരിക്കും. ഇപ്പം അതിൻ്റെ കഴിയുമ്പോൾ നോക്കണം. അതെ, ഞങ്ങളെന്തായാലും നമ്മുടെ കൂടി അമ്മ പറഞ്ഞു സെറ്റാക്കി. അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. മീൻ കറിയും നടന്നു. നല്ല
എല്ലാം നടക്കും. അതിലും ചോരുമില്ല. കണവ 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 കുണുകുണുന്ന് പറയണു വൈകി കിടന്നിട്ട്. ഇരിക്കാൻ തുടങ്ങി 2 മണിക്കൂർ നേരെ വീട്ടിൽ. നമ്മൾ മധുരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മധുരയിൽ എത്തിയിട്ട് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചായ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഹൈവേൻ്റെ ഓരത്ത് തന്നെ. അപ്പോൾ പിള്ളേരൊക്കെ ചായ കുടിക്കാൻ ഇരിക്കുന്നുണ്ട്. ബൂസ്റ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിള്ളേരൊക്കെ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. മധുരയിലാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കൊടൈക്കനാലൊക്കെയാണ് പോകുന്നത്. നേരെ നമ്മൾ കൊടൈക്കനാലൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ കൊടൈക്കനാലിലേക്ക് കയറുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ കൊടൈക്കനാലിൻ്റെ താഴെയായിട്ട് എവിടെയും സ്റ്റേ അടിക്കാമെന്നുള്ള പ്ലാനിലാണ്. അത് കഴിഞ്ഞിട്ടാണ് നാളെ നമ്മൾ വീട്ടിലേക്ക് പോകുള്ളൂ. ഓക്കെ ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇപ്പം നമ്മൾ ഉടുമ്പൽപേട്ടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റാടി യന്ത്രത്തിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് തണുപ്പോടെ തണുപ്പ്, ഒരു രക്ഷയില്ല. പുറത്തും പോയിട്ടാണ് ഞാനിപ്പോഴും ഇരിക്കുന്നത്. ഇത്ര നേരം വണ്ടി ഓട്ടിയത് എന്തോ പറഞ്ഞാണ്. ఇంకా ప్రాంతం కదా వట్టు కేసు ప్రాంతం పైన ഒന്നും പറയാനില്ല. നല്ല തണുപ്പ് ഒരു കട്ടൻ. ചെറിയ രീതിയിലുള്ള കോടയൊക്കെ ഉണ്ട്. എനിക്ക് അതും നല്ല കാറ്റുമായപ്പോൾ നല്ല തണുപ്പ്. എന്താ പറയുക, അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടൻ നിർത്തിയതാണ്. തണുത്ത് ചാകാനായി. അപ്പോൾ നമ്മളിതാ റോഡ് സൈഡ് തന്നെ ചാകാൻ വേണ്ടി കിടക്കാണ്. എല്ലാ കേസുകളും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് പറ്റിപ്പിടിച്ച് കിടക്കാണ്. തൊഴുത്തിന് മാത്രം കുണ്ടി വലുതായതുകൊണ്ട് വണ്ടിയിലിരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ എന്താ ചുറ്റോടി ചുറ്റും കിടക്കാൻ. 2 വണ്ടി അപ്പുറത്തും 2 വണ്ടി ഇപ്പുറത്തും കിടക്കണതാ. ലോറികളൊക്കെ ഇതിപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് ലോറി ട്രാക്കിലാണ്. നമ്മളിവിടെ സൈഡിൽ 10 കിടക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ കാലത്ത് കാണാം. കാലത്ത് ഈ മഞ്ഞത്ത് കിടക്കേണ്ട ആവശ്യമില്ല. ശരി, കിടക്കുക മൂടി കൊണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിരിക്കണം. ഇപ്പം കണ്ണന്നൂരാണ് പെട്രോൾ പമ്പ് നിൽക്കുന്നത്. ഇതാ നമ്മുടെ കൂട്ടുകാരൻ്റെ പിന്നെയും പഞ്ചറായിരിക്കുന്നു. വേറെ പിന്നെയും ലീക്കായി. പുതിയ ട്യൂബാണ്. എന്താ 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 ചുരുക്കിന് 2 കിട്ടിയാ? എവിടെ ചത്തവന്മാര് എന്തിനാണ് അങ്ങനെയൊക്കെ നിങ്ങള്?